മമ്മൂട്ടി മോഹൻലാൽ സിനിമ പേട്രിയറ്റിന്റെ റിലീസിനെ ചൊല്ലി തർക്കം. കരാർ ഒപ്പുവയ്ക്കാതെ തിയേറ്റർ ഉടമകൾ. ചിത്രവുമായി കരാർ വയ്ക്കരുതെന്ന് തിയേറ്ററുകൾക്ക് ഫിയോക് നിർദ്ദേശം നൽകി. ഏപ്രിൽ 23-നാണ് ചിത്രം റിലീസ് ചെയ്യേണ്ടത്. കെ പ്രശാന്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. പ്രശാന്ത്, മമ്മൂട്ടി മോഹൻലാൽ ചിത്രത്തിന് ഇപ്പോൾ ഒരു പ്രതിസന്ധി വന്നിരിക്കുകയാണ്. എന്താണ് ഇതിന് കാരണം? വിശദാംശങ്ങൾ. അശ്വതി, ഒരിടവേളയ്ക്ക് ശേഷം വലിയ ഇടവേളയാണ്. 17 വർഷത്തിന് ശേഷമാണ് മമ്മൂട്ടി മോഹൻലാലുമായി പ്രമുഖരായ രണ്ട് താരങ്ങൾ നേരിട്ട് അഭിനയിക്കുന്ന ഒരു ചിത്രം ആ സിനിമ തിയേറ്ററിലേക്ക് ഈ മാസം ഏപ്രിൽ 23 തിയേറ്ററിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരുന്നു. റിലീസ് പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അതിനിപ്പോൾ ഒരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് അതിന്റെ വിതരണക്കാര്, പ്രത്യേകിച്ച് സിനിമ തിയേറ്റർ ഉടമകളും നിർമ്മാതാവും തമ്മിലുള്ള ഒരു തർക്കം തന്നെയാണ്. അതിൽ ആൻഡോ ജോസഫാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. ആൻഡോ ജോസഫിന്റെ കമ്പനിയാണ് നിർമ്മിക്കുന്നത്. മഹേഷ് താരാന്റെ ചിത്രമാണ് ഈ ചിത്രം. സാധാരണഗതിയിൽ ഒരു ചിത്രം തിയേറ്ററിലേക്ക് എത്തിയാൽ ആദ്യത്തെ ആഴ്ച തന്നെ 60% വരുമാനം നിർമ്മാതാവിന് ലഭിക്കുന്ന തരത്തിലായിരിക്കും അതിന്റെ ക്രമീകരണം ഉണ്ടാവുക. പക്ഷേ ആൻഡോ ജോസഫ് അതിന്റെ ഒരു നിർദ്ദേശം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ചത് 60 ദിവസം എന്ന നിലയിലാണ്. 2 ആഴ്ചയെങ്കിലും ഇത് കൃത്യമായി തന്നെ ഇതിന്റെ ആദ്യ തുടക്കത്തിൽ, അതായത് 2 ആഴ്ച തന്നെ 60% വരുമാനം തനിക്ക് ലഭിക്കണം എന്നുള്ളതാണ് ഇതുവരെയുള്ള ഒരു ക്രമീകരണം എന്ന് പറയുന്നത്. ആദ്യത്തെ ആഴ്ച 60% തുക നിർമ്മാതാവിന് ലഭിക്കും. അടുത്ത ആഴ്ച അത് 55%-മായി കുറയും. ഓരോ ആഴ്ചയും 5% തുക വെച്ച് കുറയുന്ന തരത്തിലാണ് നിലവിലുള്ള ഒരു ധാരണ. ആ കരാറാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിന് മാറ്റം വരുത്തിക്കൊണ്ട് തുടക്കത്തിലെ 2 ആഴ്ച, അതായത് ചിത്രം റിലീസിന് എത്തിക്കഴിഞ്ഞാൽ ഉള്ള 2 ആഴ്ചയും ആ 2 ആഴ്ച പൂർത്തിയാകുമ്പോഴും പൂർണ്ണമായും 60% എന്ന നിലയിലേക്കാണ്. അതായത് ആദ്യത്തെ ആഴ്ച 60 എന്നുള്ളത് 2 ആഴ്ചയും അതേ 60, ഈ 5% കുറയ്ക്കാൻ പറ്റില്ല എന്നൊരു നിലപാട് ആ നിർമ്മാതാവ് എടുത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഫിയോക്കിന്റെ ഭാഗത്ത് നിന്ന് തിയേറ്റർ ഉടമകൾക്ക് ഒരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതായത് ഈ ചിത്രം ഇപ്പോൾ പ്രദർശനത്തിന് എടുക്കേണ്ടതില്ല, ഈ കാര്യങ്ങൾ തീരുമാനമാകട്ടെ എന്നുള്ളതാണ്. കാരണം ചിത്രം നേരത്തെ തന്നെ പല സിനിമയുമായി ബന്ധപ്പെട്ട തിയേറ്റർ ഉടമകൾക്ക് വലിയ തരത്തിലുള്ള തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക നഷ്ടമെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ചില വിവരങ്ങൾ പുറത്തു വരികയും ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിടുമെന്ന് തിയേറ്റർ ഉടമകൾ തന്നെ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷേ ആൻഡോ ജോസഫും കമ്പനിയും പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, 100 കോടിയിലധികം രൂപയെ മുതൽ മുടക്കിയാണ് ഈ സൂപ്പർ ഹിറ്റ് ചിത്രം വരുന്നത്. സൂപ്പർ താരനിരയാണ് ഉള്ളത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച് അഭിനയിക്കുന്നതിനപ്പുറത്തേക്ക് 2020-ക്ക് ശേഷം അതിനുശേഷമുള്ള ഒരു താരനിരയുണ്ട്, യുവനിരയൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെ ഈ ചിത്രത്തിന്റെ ഭാഗമാകുന്നു. നയൻതാരയുണ്ട്, കുഞ്ചാക്കോ ബോബനുണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട ഫഹദ് ഫാസിലുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരു താരനിര കൂടി ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അവർ അണിനിരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ലോകോത്തര നിലവാരത്തിലുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്ത് 1-ലധികം രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത സിനിമയാണ്. 1 വർഷത്തോളം ഈ ഷൂട്ടിങ്ങിന് മാത്രമായി എടുത്തിട്ടുണ്ട്. അത്രയധികം സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ടുണ്ട്, സാമ്പത്തിക ചെലവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിലവിലുള്ള കരാറുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആകില്ല എന്ന് തന്നെയാണ് നിർമ്മാതാക്കൾ വ്യക്തമാക്കിയത്. ഏതായാലും ഈ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇതിന് ഇനിയും ദിവസങ്ങൾ ഉണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ ഒരു തർക്കം പരിഹരിക്കാനുള്ള നീക്കമാണ്. മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകില്ല. ഏതായാലും മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ സിനിമയായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് സിനിമ ലോകം പ്രതീക്ഷിക്കുന്നത്. അശ്വതി, ശരി. കെ പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. ആരാധകർ ഏറെ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന മമ്മൂട്ടി മോഹൻലാൽ സിനിമ പേട്രിയറ്റിന്റെ റിലീസിനെ ചൊല്ലിയാണ് ഇപ്പോൾ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. കരാറിൽ ഒപ്പുവയ്ക്കാതെ തിയേറ്റർ ഉടമകൾ. ചിത്രവുമായി കരാർ വയ്ക്കരുതെന്നാണ് തിയേറ്ററുകൾക്ക് ഫിയോക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്.